സുരക്ഷിത ജീവിതം എന്ന പാഠഭാഗത്തിലെ ബാക്കി ഭാഗം പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തെല്ലാമാണ് പഠിച്ചത്? കൂട്ടുചേർന്നുള്ള കളികൾ, കാലാവസ്ഥയും വസ്ത്രവും, റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവയെല്ലാമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ പാഠഭാഗത്തിൽ നിന്ന് പഠിച്ചത്. ഇന്ന് നമുക്ക് പുതിയ ഭാഗം പഠിക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പ്രഥമ ശുശ്രൂഷ. കുട്ടൻ വീട്ടിലെത്തി. അവൻ മുറ്റത്ത് കളിക്കുകയായിരുന്നു. കല്ലിൽ തട്ടി വീണ കുട്ടൻ്റെ കാൽമുട്ട് മുറിഞ്ഞ് ചോര വന്നു. മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടൻ കല്ലിൽ തട്ടി വീണ് കാൽമുട്ട് മുറിഞ്ഞ് ചോര വന്നു. അമ്മ ഓടി വന്നു. ഒഴുകുന്ന വെള്ളത്തിൽ മുറിവ് കഴുകി കാൽ ഉയർത്തി വെച്ചു. രക്തം വാർന്നു പോകാതിരിക്കാൻ മുറിവ് വൃത്തിയുള്ള തുണി കൊണ്ട് ചുറ്റിക്കെട്ടി. അമ്മ ഓടി വന്ന് ടാപ്പ് തുറന്ന് ഒഴുകുന്ന വെള്ളത്തിൽ കുട്ടൻ്റെ കാൽമുട്ട് കഴുകി. പിന്നെ അമ്മ എന്ത് ചെയ്തു? കാൽമുട്ട് ഉയർത്തി വെച്ചിട്ട് രക്തം വാർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മുറിവ് നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് ചുറ്റിക്കെട്ടി. മുറിവിന് ആഴം കൂടുതലുള്ളതിനാൽ കുട്ടനെ ആശുപത്രിയിൽ എത്തിച്ചു. അപ്പം മുറിവിന് ആഴക്കൂടുതലുള്ളത് കൊണ്ട് കുട്ടനെ അമ്മ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചു. മുറിവ് വൃത്തിയാക്കി മരുന്ന് വെച്ച് കെട്ടി. ആശുപത്രിയിലെത്തിയ കുട്ടൻ്റെ മുറിവ് വൃത്തിയാക്കിയിട്ട് ഡോക്ടർ അതിൽ മരുന്ന് വെച്ച് കെട്ടി. നോക്കിയേ, ചിത്രങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. കുട്ടന് പരിക്ക് പറ്റിയപ്പോൾ അമ്മ എന്തൊക്കെയാണ് ചെയ്തത്? എന്തൊക്കെയാണ് മക്കളെ കുട്ടന് പരിക്ക് പറ്റിയപ്പോൾ അമ്മ ചെയ്ത കാര്യങ്ങൾ? മുറിവ് കഴുകി, പിന്നെന്ത് ചെയ്തു? കാൽ ഉയർത്തി വെച്ചു, മുറിവ് വൃത്തിയുള്ള തുണി കൊണ്ട് കെട്ടി, എന്നിട്ട് കുട്ടനെ ആശുപത്രിയിൽ എത്തിച്ചു. എന്നെല്ലാമാണ്? മുറിവ് കഴുകി, കാൽ ഉയർത്തി വെച്ചു, മുറിവ് വൃത്തിയുള്ള തുണി കൊണ്ട് കെട്ടി, കുട്ടനെ ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പാണല്ലോ അമ്മ ഇതെല്ലാം ചെയ്തത്. ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് കുട്ടൻ അമ്മ ചെയ്തു കൊടുത്തതെല്ലാം പ്രഥമ ശുശ്രൂഷകളായിരുന്നു അല്ലേ? എന്താണ് പ്രഥമ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ? അടിയന്തര സാഹചര്യങ്ങളിൽ അപകടത്തിൽപ്പെട്ട ഒരാൾക്ക് വിദഗ്ധ വൈദ്യസഹായം ലഭിക്കുന്നത് വരെ നൽകുന്ന പരിചരണമാണ് പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്. എന്താണ്? അടിയന്തര സാഹചര്യങ്ങളിൽ അപകടത്തിൽപ്പെട്ടയാൾക്ക് വിദഗ്ധ വൈദ്യസഹായം ലഭിക്കുന്നത് വരെ നൽകുന്ന പരിചരണമാണ് പ്രഥമ ശുശ്രൂഷ. മനസ്സിലായോ? മുറിവ് പറ്റിയപ്പോൾ പ്രഥമ ശുശ്രൂഷ നൽകിയത് കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടായത്? എന്തൊക്കെ ഗുണങ്ങളുണ്ടായി? അതുകൊണ്ട് രോഗാണുക്കൾ മുറിവിലെത്തുന്നത് തടയാൻ കഴിഞ്ഞു, രക്തം വാർന്നു പോകുന്നത് തടയാൻ കഴിഞ്ഞു. പിന്നെന്തൊക്കെ നമുക്ക് പറയാം? പരിക്ക് കൂടുതൽ ഗുരുതരമാകാതിരിക്കാൻ അത് സഹായിച്ചു. പിന്നെ രോഗിക്ക് ഹോസ്പിറ്റലിൽ പോയത് കൊണ്ട് എന്തുണ്ടായി? ആശ്വാസം ഉണ്ടാവുകയും ചെയ്തു. അടുത്ത് നോക്കിയേ, അമ്മ കുട്ടനെയും കൊണ്ട് വീട്ടിലെത്തി. കുട്ടൻ: ഇതൊക്കെ അമ്മ എവിടെ നിന്ന് പഠിച്ചു? അമ്മ: ഞാനൊരു പുസ്തകം തരാം, നീയും വായിച്ചു നോക്കൂ. അമ്മ നൽകിയ പുസ്തകം കുട്ടൻ വായിച്ചു. പുസ്തകത്തിലെ പേജുകൾ നോക്കൂ. ചതവിനുള്ള പ്രഥമ ശുശ്രൂഷ. വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ തുണിയോ ഐസ് പാക്കോ ചതവ് പറ്റിയ ഭാഗത്ത് വയ്ക്കുക. അതുവഴി വേദനയും നീർക്കെട്ടും ഒഴിവാക്കാം. എന്താണ് മക്കളെ ഐസ് പാക്ക്? ഒരു പ്ലാസ്റ്റിക് കവറിൽ ഐസ് കട്ടലിട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ പ്ലാസ്റ്റിക് കവറിനെ നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് പൊതിഞ്ഞെടുത്താൽ നമുക്കതിനെ ഒരു ഐസ് പാക്കായിട്ട് ഉപയോഗിക്കാം. വെള്ളത്തിൽ മുക്കിപ്പിടിച്ച തുണിയോ ഐസ് പാക്കോ ചതവ് പറ്റിയ ഭാഗത്ത് വെക്കുകയാണെങ്കിൽ അതുവഴി വേദനയും നീർക്കെട്ടും ഒഴിവാക്കാൻ പറ്റും. ഇതാണ് ചതവ് പറ്റിയവർക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷ. എന്നാൽ അസ്ഥിക്ക് പൊട്ടലുണ്ടായാൽ ഇതുകൊണ്ട് കാര്യമില്ല, ആശുപത്രിയിൽ പോവുക തന്നെ വേണം. പക്ഷേ അതിനു മുമ്പ് ഒടിഞ്ഞ ഭാഗം ഒരു മരസ്കെയിൽ ഉപയോഗിച്ച് നീളത്തിൽ കെട്ടിവെക്കണം. ആ ഭാഗം ഇളകാതിരിക്കാൻ ഇത് സഹായിക്കും. കുട്ടൻ: ഈ പുസ്തകത്തിൽ വാഹനങ്ങളിലും വിദ്യാലയങ്ങളിലും നിർബന്ധമായി ഒരു പ്രഥമ ശുശ്രൂഷാ പെട്ടി സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. പ്രഥമ ശുശ്രൂഷാ പെട്ടിയിൽ എന്തെല്ലാമാണ് ഉള്ളതെന്ന് നോക്കൂ. ഓരോന്നിൻ്റെയും ഉപയോഗം എഴുതൂ. കുട്ടൻ വായിച്ച പുസ്തകത്തിൽ നിർബന്ധമായും സ്കൂളുകളിലും വാഹനങ്ങളിലും പ്രഥമ ശുശ്രൂഷാ പെട്ടി സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ സാധനങ്ങളാണ് ഈ പ്രഥമ ശുശ്രൂഷാ പെട്ടിയിലുള്ളതെന്ന് നോക്കാം. നോക്കിയേ, എന്തൊക്കെ സാധനങ്ങളാണുള്ളത്? പ്രഥമ ശുശ്രൂഷാ പെട്ടി: കത്രിക, പഞ്ഞി, തുണി, ബാൻഡേജ്, സോപ്പ്, പിൻ, സ്കെയിൽ, ചവണ. അതുകൂടാതെ എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റും? ഗ്ലൗസ്, ചെറിയ ടോർച്ച്, ഇവയൊക്കെ എന്തിൽ ഉണ്ടാവണം? പ്രഥമ ശുശ്രൂഷാ പെട്ടിയിൽ ഉണ്ടാവണം. പ്രഥമ ശുശ്രൂഷ നൽകുന്ന മറ്റേതെല്ലാം സാഹചര്യങ്ങളാണ് നിത്യജീവിതത്തിൽ ഉണ്ടാവുക? ഏതൊക്കെ സാഹചര്യങ്ങളാണ് മക്കളെ? തലചുറ്റി വീഴുക, പൊള്ളലേൽക്കുക, ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങുക, പിന്നെ പാമ്പ് കടിയേൽക്കുക, വൈദ്യുതാഘാതമേൽക്കുക. ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം പ്രഥമ ശുശ്രൂഷകൾ നൽകുക അത്യാവശ്യമാണ്. പ്രഥമ ശുശ്രൂഷയെപ്പറ്റി കൂടുതൽ അറിയാൻ ആരോഗ്യ പ്രവർത്തകരെ സ്കൂളിലേക്ക് ക്ഷണിക്കൂ. ലഭിച്ച വിവരങ്ങൾ എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. ഇനി അടുത്ത് നോക്കിയേ, അപകട സമയങ്ങളിൽ ഉചിതമായ പരിചരണം അല്ല രോഗിക്ക് ലഭിക്കുന്നതെങ്കിൽ ഗുണത്തേക്കാളേറെ ദോഷഫലങ്ങളാണ് ഉണ്ടാവുക. എല്ലാ അപകടങ്ങൾക്കും ഒരേ രീതിയിലുള്ള പ്രഥമ ശുശ്രൂഷകളല്ല നൽകേണ്ടത്. അത് മനസ്സിലാക്കി വേണം നമ്മൾ അവരെ പരിചരിക്കാൻ. മനസ്സിലായോ? അടുത്ത് നോക്കിയേ, ചെയ്യരുതേ. പൊടി വീണാൽ കണ്ണ് തിരുമരുത്. കണ്ണിൽ പൊടി വീണാൽ കണ്ണ് തിരുമാൻ പാടില്ല.
ചെവിക്കുള്ളിലേക്ക് വസ്തുക്കൾ കയറ്റരുത്. അപ്പോൾ ചെവിക്കുള്ളിലേക്ക് ഒരു വസ്തുവും കയറ്റാൻ പാടില്ല. തല ഇടിച്ച് മുഴച്ചാൽ അമർത്തി തിരുമരുത്. തല ഇടിച്ച് എവിടെങ്കിലും വീണ് മുഴയ്ക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? തല അമർത്തി തിരുമാൻ പാടില്ല. അപകടത്തിൽപ്പെട്ടവർക്ക് അസ്ഥിയിൽ പൊട്ടലുണ്ടാവാം. അവരെ പെട്ടെന്ന് എടുത്തുയർത്തരുത്. ശരീരഭാഗങ്ങളിൽ അപകടങ്ങൾ ഉണ്ടായി പൊട്ടലുണ്ടാകുകയാണെങ്കിൽ അവയെ എന്ത് ചെയ്യാൻ പാടില്ല? അവരെ പെട്ടെന്ന് എഴുന്നേൽപ്പിച്ച് നിർത്താൻ പാടില്ല. അടുത്ത നോക്കിയേ, പൊള്ളലേറ്റ ഭാഗത്ത് ടൂത്ത് പേസ്റ്റ്, തേൻ തുടങ്ങിയവ ഉപയോഗിക്കരുത്. ചതവ് പറ്റിയാൽ ആ ഭാഗത്ത് ചൂടേൽപ്പിക്കുകയോ തിരുമുകയോ ചെയ്യരുത്. ചതവ് പറ്റിയ ഭാഗത്ത് ചൂടേൽപ്പിക്കാനോ തിരുമാനോ പാടില്ല. മനസ്സിലായോ? ഇനി അടുത്ത ഭാഗം നോക്കിയേ. തേനീച്ച പോലെയുള്ള പ്രാണികളുടെ കുത്തേറ്റാൽ ശ്രദ്ധാപൂർവം കൊമ്പ്, മുള്ള് എടുത്തു മാറ്റണം. കുത്തുകൊണ്ട ഭാഗത്ത് അമിത ബലം ഏൽപ്പിച്ചാൽ വിഷം ഉള്ളിലേക്ക് ചെല്ലാനിടയാകും. ഇത് പലപ്പോഴും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കൂടുതൽ കുത്തേൽക്കുന്ന സാഹചര്യങ്ങളിൽ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കണം. തേനീച്ച പോലെയുള്ള പ്രാണികളുടെ കുത്തേറ്റാൽ ശ്രദ്ധാപൂർവ്വം എന്ത് ചെയ്യണം? ആ കൊമ്പെടുത്ത് മാറ്റണം. എന്നിട്ട് കുത്തുകൊണ്ട ഭാഗത്തിന് അമിത ബലം പ്രയോഗിക്കാൻ പാടില്ല. കാരണം ആ വിഷാംശം എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പോവുകയും പലതരത്തിലുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. കൂടാതെ കൂടുതൽ കുത്തേൽക്കുകയാണെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ ഇവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം. അടുത്ത് നോക്കി, പ്രകൃതിയുടെ കൂട്ടുകാർ. ഏതെല്ലാം ജീവികളെയാണ് ചിത്രത്തിൽ കാണുന്നത്? ഏതൊക്കെ ജീവികളാണ്? ചിലന്തി, പാമ്പ്, തേനീച്ച. എന്താണ് ഈ ജീവികളുടെ സവിശേഷത? എലികൾ, തവള, ചെറുപ്രാണികൾ എന്നിവയാണ് ഇത്തരം ജീവജാലങ്ങളുടെ ആഹാരം. എപ്പോഴും ഇവ നമുക്ക് അപകടകാരികളാവുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. പലപ്പോഴും ഇവയെ നമ്മൾ ഉപദ്രവിക്കുമ്പോഴാണ് ഇവ നമുക്ക് അപകടകാരികളായി മാറുന്നത്. അപൂർവം സന്ദർഭങ്ങളിൽ ആളുകൾക്ക് ഇവയുടെ കടിയേൽക്കാറുണ്ട്. കടിയേറ്റ ഉടനെ വൈദ്യസഹായം തേടണം. കടിയേൽക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കുന്നതാണ് പ്രധാനം. ഈ ജീവികൾ പരിസ്ഥിതിക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടോ? പല ജീവജാലങ്ങളും എണ്ണത്തിൽ പെരുകാതെ നിയന്ത്രിച്ചു നിർത്തുന്നതിൽ ഇതുപോലെയുള്ള ജീവികൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇവയെ ഉപദ്രവിക്കുന്നത് ശരിയാണോ? ഇവയെക്കൊണ്ട് നമുക്ക് ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഇവയെ ഉപദ്രവിക്കാതിരിക്കുന്നതല്ലേ നല്ലത്? ഞാൻ അടുത്ത ഭാഗം നോക്കി, ഡോക്ടറോട് ചോദിക്കാം. കുട്ടികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ നൽകിയ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഡോക്ടർ കുട്ടികൾക്ക് കൊടുത്തതെന്ന് നോക്കിയേ. അപരിചിതരായ ആളുകളിൽ നിന്ന് സമ്മാനം, മിഠായി തുടങ്ങിയവ സ്വീകരിക്കരുത്. അപരിചിതരായ ആളുകൾ തരുന്ന സമ്മാനങ്ങളോ മിഠായികളോ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? വാങ്ങിക്കാൻ പാടില്ല. അടുത്ത് നോക്കിയേ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ നിങ്ങളെ സ്പർശിക്കാൻ ആരെയും അനുവദിക്കരുത്. നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ നമ്മളെ ആരും തൊടാൻ എന്ത് ചെയ്യാൻ പാടില്ല? അനുവദിക്കാൻ പാടില്ല. നോക്കൂ മക്കളെ, അരുത്, പറ്റില്ല എന്നൊക്കെ പറയേണ്ട സാഹചര്യങ്ങൾ നിങ്ങൾ കർശനമായി തന്നെ അങ്ങനെ പറയണം. ശരീരഭാഗങ്ങളിൽ ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിൽ ആരെങ്കിലും സ്പർശിച്ചാൽ തീർച്ചയായും എതിർപ്പ് അറിയിക്കണം. രക്ഷിതാക്കളോടോ അധ്യാപകരോടോ ഇക്കാര്യം തുറന്നു പറയുകയും വേണം. നിങ്ങളുടെ ശരീരഭാഗങ്ങളിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ആരെങ്കിലും സ്പർശിച്ചാൽ നിങ്ങളതിനെ എതിർക്കണം. എന്നിട്ട് നിങ്ങളത് നിങ്ങളുടെ അച്ഛനമ്മമാരോടോ അധ്യാപകരോടോ പറയണം. അതിന് നിങ്ങൾ മടി കാണിക്കരുത്. മനസ്സിലായോ? അടുത്ത് നോക്കിയേ, വിലയിരുത്താം. എന്താണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്? ഒരു ബൈക്ക് യാത്രയാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഏതെല്ലാം ഗതാഗത നിയമങ്ങളാണ് ലംഘിക്കപ്പെടുന്നത്? ഇതുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകാം? ഇരുചക്ര വാഹനങ്ങളിൽ 2ൽ കൂടുതൽ ആളുകൾ യാത്ര ചെയ്യാൻ പാടില്ല. ഈ കാണിച്ചിട്ടുള്ള ചിത്രത്തിൽ എത്ര പേര് യാത്ര ചെയ്യുന്നുണ്ട്? 3 പേര് യാത്ര ചെയ്യുന്നുണ്ട്. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ ഈ ചിത്രത്തിൽ വാഹനം ഓടിക്കുമ്പോൾ ഓടിക്കുന്ന ആൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്. ട്രാഫിക് ലൈറ്റിൽ വാഹനം നിർത്തുന്നതിനുള്ള ചുവപ്പ് സിഗ്നൽ കാണിച്ചിട്ടുണ്ട്. എന്നാൽ വാഹനം ഓടിക്കുന്ന ആളത് ശ്രദ്ധിക്കുന്നതേ ഇല്ല. ഇനി ഏത് ഗതാഗത നിയമമാണ് മക്കളെ അവർ ലംഘിച്ചിട്ടുള്ളത്? ഓക്കെ, സീബ്ര ലൈനുള്ള മേഖലയിൽ 20 കിലോമീറ്റർ വേഗതയിലേ വാഹനം ഓടിക്കാൻ പാടുള്ളൂ. 20 എന്ന് എഴുതിയ ഒരു സിഗ്നൽ ബോർഡ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്നാൽ വാഹനം ഓടിക്കുന്നവർ അത് ശ്രദ്ധിക്കാതെ പരമാവധി വേഗതയിലാണ് വാഹനം ഓടിച്ചുകൊണ്ട് വരുന്നത്. വാഹനം ഉപയോഗിച്ച് റോഡിൽ അഭ്യാസങ്ങളൊന്നും നടത്തരുത്. ആ ചിത്രത്തിൽ നോക്കിയേ, ചിത്രത്തിലെ വണ്ടിയുടെ ഫ്രണ്ട് വീല് തറയിൽ മുട്ടിയിട്ട് പോലും ഇല്ല. ഈ രീതിയിൽ വാഹനം ഓടിച്ചാൽ അത് ഓടിക്കുന്നവരുടെ പോലും ജീവൻ അപകടത്തിലാകും. ഈ രീതിയിൽ വാഹനം ഓടിച്ചാൽ കാൽനട യാത്രക്കാർക്കും അതുവഴി വരുന്ന മറ്റു വാഹനങ്ങൾക്കും അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അടുത്ത നോക്കിയേ, ശരിയായവ വരച്ച് യോജിപ്പിക്കുക. ചിത്രത്തിൽ ചില റോഡ് അടയാളങ്ങളും നിർദ്ദേശങ്ങളുമാണ് കൊടുത്തിട്ടുള്ളത്. അടയാളങ്ങൾക്ക് നേരെ ശരിയായ നിർദ്ദേശങ്ങൾ വരച്ച് യോജിപ്പിക്കുക. ഒന്നാമത്തെ ചിത്രം വേഗപരിധിയെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ ചിത്രം എന്താണ് സൂചിപ്പിക്കുന്നത്? സമീപത്ത് പെട്രോൾ പമ്പുണ്ട്. മൂന്നാമത്തെ ചിത്രം കാൽനട യാത്രക്കാർക്ക് നിരോധനം.
നാലാമത്തെ ചിത്രം വലത്തോട്ട് തിരിയുക എന്നതിനെ സൂചിപ്പിക്കുന്നു. മനസ്സിലായോ? അടുത്ത് നോക്കിയേ, പ്രഥമ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പട്ടികയാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ വിട്ടിട്ടുള്ള ഭാഗം പൂരിപ്പിക്കുക. എന്തൊക്കെയാണെന്ന് നോക്കിയേ. മുറിവോ ചതവോ കെട്ടാൻ ഉപയോഗിക്കുന്നു. എന്താണ് മുറിവും ചതവൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്നത്? തുണി അല്ലെങ്കിൽ ബാൻഡേജ്. പിന്നെന്താ, തുണി ബാൻഡേജ് മുറിക്കുന്നതിന് എന്താ ഉപയോഗിക്കുക? കത്രിക ഉപയോഗിക്കുന്നു. പിൻ ബാൻഡേജ് ചേർത്ത് വയ്ക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഇനി മുറിവുകൾ വൃത്തിയാക്കുന്നതിനും തുടയ്ക്കുന്നതിനും എന്താണ് ഉപയോഗിക്കുക? പഞ്ഞി ഉപയോഗിക്കുന്നു. ചവണ എന്തിനാണ് ഉപയോഗിക്കുന്നത്? രോഗാണുക്കൾ പറ്റാതെ ചെറിയ വസ്തുക്കൾ എടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ന് പറയുന്നത് ചവണ എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്ത് നോക്കിയേ, തുടർ പ്രവർത്തനങ്ങൾ. വസ്ത്രനിർമ്മാണത്തിനായി നമ്മൾ ഉപയോഗിക്കുന്ന വ്യത്യസ്ത ഇനം തുണികൾ ശേഖരിച്ച് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. നമ്മൾ വ്യത്യസ്ത ഇനം തുണികളെക്കുറിച്ച് പഠിച്ചിരുന്നു. അത്തരം തുണികൾ ശേഖരിച്ചിട്ട് ക്ലാസ്സിൽ അത് പ്രദർശിപ്പിക്കുക. അടുത്തെന്താണെന്ന് നോക്കിയേ, നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന വിവിധ അപകടങ്ങളും അവയ്ക്ക് നൽകാവുന്ന പ്രഥമ ശുശ്രൂഷകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്കിറ്റ് തയ്യാറാക്കി അവതരിപ്പിക്കുക. പ്രഥമ ശുശ്രൂഷകളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോ അപകടങ്ങൾക്കും ഉണ്ടാകുന്ന പ്രഥമ ശുശ്രൂഷകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്കിറ്റ് നിങ്ങൾ അവതരിപ്പിക്കുക. പാഠഭാഗം എല്ലാവർക്കും നന്നായി മനസ്സിലായല്ലോ? ഓക്കെ, താങ്ക് യു.